ഹായ് ഗൈസ്, കർക്കിടക മാസമല്ലേ? ഒരു കർക്കിടക കഞ്ഞി ആയാലോ? ആദ്യം നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങാം. അമ്മുമ്മയുടെ കൂടെയാണ് നമ്മൾ മരുന്ന് പറിക്കാൻ ഇറങ്ങിയത്. അമ്മുമ്മ പറഞ്ഞു തരുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോ മരുന്നും പറിക്കുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ? പിന്നെ കുറച്ച് മുക്കുറ്റിയും പറിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് പാമ്പുകളൊക്കെ ഒത്തിരി ഉണ്ട്. കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി വേണം പോകാൻ. ഇത് നമ്മുടെ ഡിപ്പോ. ചേമ്പിലയിൽ വെള്ളം കണ്ടാൽ അപ്പം തട്ടിക്കളയണം, ഒരു രസം. ഇത് പറിക്കാനാണ് നമ്മൾ വന്നത്. കോടകൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. കണ്ടിട്ട് ഒരു കോടയുടെ ഷേപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അത്യാവശ്യം മരുന്നുകളും പറിച്ച് വീട്ടിലേക്ക്. മതിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഏത് വഴി വേണമെങ്കിലും വീട്ടിൽ കയറാം. അവിടെ അമ്മുമ്മ നമ്മളെ നോക്കി നിൽപ്പുണ്ട്. ഇനി കഞ്ഞിക്ക് വേണ്ട അരി, ആശാളി, ഉലുവ എന്നിവ കഴുകി വൃത്തിയാക്കി വെക്കാം. പറിച്ച മരുന്നുകളെല്ലാം തിരിഞ്ഞ് നന്നായി കഴുകി അരച്ചെടുക്കാം. നമ്മളെ സഹായിക്കാൻ അച്ഛനെ എത്തിയിട്ടുണ്ട്. തേങ്ങയൊക്കെ ചിരത്തുന്നു. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കി വേവിക്കാനായി വെക്കാം. അരി നന്നായി വെന്തതിന് ശേഷം അരച്ചു വെച്ച മരുന്ന് ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. അവസാനം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് നെയ്യും ഇട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. കഞ്ഞി റെഡി. അപ്പോൾ ശരി എന്നാ.